അഥവാ ഉമ്മമാര് ഉക്കത്ത് കെട്ടുന്നത് പോലെ ഞാൻ CM-നെ അതാ എടുത്തിട്ടില്ല. ബാക്കി എല്ലാ ഖിദ്മത്തുകളും ഞാൻ എന്റെ CM-ന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. CM വലിയുള്ളാഹിക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കുകയാണ്. തിളച്ചു മറിയുന്ന ചൂടുള്ള പൊള്ളുന്ന വെള്ളം CM വലിയുള്ളാന്റെ കറാമത്തുള്ള ശരീരത്തിലേക്ക് വൈലത്തൂരുപ്പാപ്പ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ എന്താ കറാമത്ത് എന്ന് പറഞ്ഞാല്? കറാമത്തുള്ള ശരീരം എന്നാ പറഞ്ഞത്. കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ശരീരത്തിന് ഉണ്ടാവുന്ന ഒരു കറാമത്താണോ? അല്ലെ ഒരു മനുഷ്യന് പ്രത്യേകമായിട്ട് ഉണ്ടാകുന്ന ഒരു പനി ജലദോഷം എന്ന് പറഞ്ഞ പോലെ ഒരു സാധനമാണോ? പനിയുള്ള ശരീരത്തിലേക്ക്, ജലദോഷമുള്ള ശരീരത്തിലേക്ക്, രോഗാവസ്ഥയായ ശരീരത്തിലേക്ക് എന്ന് പറഞ്ഞ പോലെ എന്താ മൂല്യരുത്? നിങ്ങൾ ഇങ്ങനെ ശരി പറയും. കാരണം വൈലത്തൂരുപ്പാപ്പന്റെ കൈ കൊണ്ടല്ലാതെ അതിനും കഴിയൂല. വൈലത്തൂരുപ്പാപ്പന്റെ കഥ പറയണ്ട. പിന്നെ പച്ചല ഊരിയിട്ട് എന്നാ പിടിച്ചോ സ്വർണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരുന്ന ആളാണ് എന്നുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. വൈലത്തൂരിന്ന് പിന്നെ ഞാനൊരു സഹോദരൻ വിളിച്ചിരുന്നു. അദ്ദേഹം കുറെ കഥകളൊക്കെ പറഞ്ഞു. എന്തായാലും അദ്ദേഹത്തിന്റെ വോയിസ് പുറത്തു വിടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. ജാറത്തിന്റെ കുറച്ചടുത്തുള്ള ഒരാളാണ്. ഓക്കെ, പറയും. അവിടുത്തെ കുളിപ്പിക്കുന്ന ഹാദിമീങ്ങൾക്കും കറാമത്തുണ്ടാകണം. ഇപ്പോ ഒരു മനുഷ്യൻ മരിച്ചു. ആ മരിച്ച മനുഷ്യന് കറാമത്തുണ്ട് എന്നാ പറഞ്ഞത്. കറാമത്തൊരു രോഗമാണെന്നാണ് ഇയാൾ കരുതിയിട്ടുള്ളത് എന്നുള്ളത് അറിയില്ല. എന്തായാലും കുളിപ്പിക്കാൻ വരുന്നവർക്കും കറാമത്ത് ഉണ്ടാവണം എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പൊ എന്താ ഈ കറാമത്ത്? ഇതിങ്ങനെ 1.5 കിലോ 10 ഉന്തുവണ്ടിയിൽ വിൽക്കുന്ന സാധനം ഈ കറാമത്ത്. എന്താ മൂല്യരെ നിങ്ങൾ ഈ പറയണത്? എന്താണ് ഈ കറാമത്ത് എന്ന് പറഞ്ഞാല്? ഒരന്തോ കുന്തോ അല്ലേ നിങ്ങൾക്ക്? പറയട്ടെ. ഓ ഉമ്മമാരെ, സഹോദരങ്ങളെ, അങ്ങനെ ശൈഖുനാ CM വലിയുള്ളാന്റെ സമീപത്ത് ഖാദിമായി കഴിഞ്ഞുകൂടിയപ്പോ തങ്ങളെ വിളിച്ചിട്ട് CM വലിയുള്ള പറഞ്ഞതാണ്, തനഫസ് ബി, എന്നെ ശ്വസിക്കൂ തങ്ങളെ. ആ ജീവിതത്തിൽ മുഴുവനും CM വലിയുള്ള നിറഞ്ഞു നിന്നു. അവസാനം വഫാത്തിന്റെ സമയത്തും CM അങ്ങനെ ശൈഖുനാനെ വിളിച്ചു. ഒരു മിനിറ്റ്. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ മനുഷ്യൻ പഠിച്ചിട്ടില്ലേ? CM വഫാത്തിന്റെ സമയത്തും വിളിക്കണം എന്നുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള കലിമത്തു ഷഹാദ ഇയാൾ പഠിച്ചിട്ടില്ലേ? ഇതാണ് മരിക്കുമ്പോ ചൊല്ലേണ്ടത് എന്നുള്ള ഇയാൾക്കാർ പറഞ്ഞു കൊടുത്തിട്ടില്ലേ? അല്ലെങ്കിൽ അടുത്തിരിക്കണ ഏതെങ്കിലും അന്തം കുന്തമുള്ള ഒരു തണ്ടിച്ചെങ്കിൽ നിങ്ങൾ CM എന്നല്ല വിളിക്കേണ്ടത്. CM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇംഗ്ലീഷ് അക്ഷരാണ്. ഇനി അല്ല ചിറ്റടി മേത്തൽ എന്നുള്ള ആ വീട്ടുപേരിന്റെ ഷോർട്ട് നെയിം ആണെങ്കിൽ തന്നെ അതല്ല നിങ്ങൾ പറയണ്ടേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നല്ലേ പറയണ്ടേ? എന്താ ചെയ്യാലേ? അടുത്തിരിക്കണവർക്കും അന്തല്ല, ഇത് വിളിച്ചോറിനൊരു അന്തല്ല. പറയും. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. CM ആണ് ആദ്യം വിളിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. ഇവിടെ CM അല്ലാഹ് എന്നാ പഠിച്ചിട്ടുള്ളത്. CM ആണ് ഓലെ അല്ലാഹ്. CM ആണ് ഓലെ ഒന്നാമത്തെ സംഭവം എന്നുള്ളതാണ്. പറയും മൂല്യരെ. ഈ 6 തവണയിൽ 3 തവണ CM എന്നും 3 തവണ അല്ലാഹ് 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 എന്നും അതാ വൈലത്തൂരുപ്പാപ്പ പറയുകയും അവിടുന്ന് നീട്ടി അങ്ങ് ശ്വാസം വലിക്കുകയും ചെയ്തു. മോനെ, നിനക്ക് എന്ത് പ്രശ്നം വന്നാലും എന്റെ തലക്കും ഭാഗത്ത് വന്നിട്ട് യാ ശൈഖി യാ മുർഷിദി എന്ന് വിളിച്ചിട്ട് പറഞ്ഞോ. അവിടുന്ന് ഉപദേശിച്ചതല്ലേ. എന്ത് തള്ളാണ് തള്ളണത് മൂല്യരേ. ഒരാളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സാധു ജനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ പാടി പാടി നടക്കുകയാണോ വേണ്ടത്? എന്താണ് ഒരു കാലഘട്ടത്തിന്റെ മുജദ്ദിദായ ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്? മരണാസന്നനായി കിടക്കുമ്പോൾ പോലും എന്ത് വസിയത്താണ് ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയിട്ടുള്ളത്? അതിനെ കുറിച്ച് നിങ്ങൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇത് പറയുന്ന ആരെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇപ്പൊ അത് എന്താണെന്നുള്ളത് വ്യക്തമാവുന്ന ഒരു വീഡിയോ ഇവിടെ ചെയ്യാം. നിങ്ങൾ അന്ന് കാണുന്നുണ്ടോ? നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ തലയിലൊരു കെട്ടും കെട്ടിയിട്ട് തലയിൽ കെട്ടിന കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുകയെന്ന് പറഞ്ഞിട്ടാണ് ഒരുത്തം വിളിച്ചിരുന്നത്. അപ്പോ തലയിലൊരു കെട്ടും കെട്ടിയിട്ട് വെള്ള കുപ്പായം ഇട്ടിട്ട് അങ്ങനെ ഈണത്തിലുണ്ട് മുക്കും മുറലും ചെയ്തിട്ട് കാര്യമല്ല. ദീനുൽ ഇസ്ലാം എന്നുള്ളത് CM അല്ല മോലിയരേ എന്നുള്ളത് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അവസാന സമയത്തുള്ള വസിയത്തിനെ കുറിച്ച് ഒരു വീഡിയോ ഇവിടെ ചേർക്കുന്നുണ്ട്. കാണുക, കേൾക്കുക, മനസ്സിലാക്കുക.
സത്യം സത്യമായിട്ട് മനസ്സിലാക്കുവാൻ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോ അതിന്റെ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാന്യ സഹോദരങ്ങളെ, ഈ കിതാബുണ്ടല്ലോ, ഞാൻ ഇന്നും ഈ പ്രസംഗത്തിന് മുമ്പും ഒരു തവണ ഒന്നുകൂടി വുദു എടുത്തൊന്നുകൂടി വായിച്ചു. എന്താ ഈ ബുക്ക് തുടരെങ്കിൽ വുദു വേണം എന്നതുകൊണ്ടല്ല, നേരെ മറിച്ച് ഒന്നുകൂടി കണ്ണു തെളിയാൻ, ഒന്നുകൂടി കൽബ് തെളിയാൻ, ഒന്നുകൂടി മനസ്സ് തെളിയാൻ ഈ പ്രസംഗത്തിന് മുമ്പ് ഒന്നുകൂടി ഞാൻ ഈ ഗ്രന്ഥം എടുത്ത് വായിച്ചിട്ട് എന്റെ മനസ്സിലുണ്ടായ ഒരു തോന്നൽ എന്താണെന്നറിയോ? ഈ ഗ്രന്ഥം നാളെ പരലോകത്ത് വരും. നാളെ അല്ലാഹുവിന്റെ മുന്നിൽ ഈ കിതാബ് വരും. ഈ കിതാബ് വന്നിട്ട് മുഹയ്യിദ്ദീൻ ശൈഖിന്റെ പേരിൽ ആണ്ടറുതി നടത്തിയ മുഴുവൻ ആളുകൾക്കുമെതിരെ, കുതുബിയ്യത്ത് നടത്തിയ മുഴുവൻ ആളുകൾക്കുമെതിരെ, മുഹയ്യിദ്ദീൻ മാല ചൊല്ലിയ മുഴുവൻ ആളുകൾക്കുമെതിരെ, ആ മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിച്ചു തേടിയ മുഴുവൻ ആളുകൾക്കുമെതിരെ അദ്ദേഹത്തിന്റെ ഈ കിതാബ് സംസാരിക്കും. നാളെ പടച്ചവന്റെ കോട്ടിൽ സംസാരിക്കും. ഇനി അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വേള മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഈസാ നബിയോട് ചോദിച്ചതുപോലെ, അന്ത ഖുൽത ലിന്നാസ്, നീ ജനങ്ങളോട് പറഞ്ഞടോ, നിനക്ക് ശേഷം നിന്നെ വിളിക്കാൻ പറഞ്ഞടോ. വെള്ള നിലത്തിലും അകപ്പെട്ടു പോയ ആളുകൾ നിന്നെ വിളിക്കാൻ നീ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് മുഹയ്യിദ്ദീൻ ശൈഖിനോട് പടച്ചവൻ ചോദിച്ചാൽ അല്ലാഹുവിന്റെ മുന്നിൽ നാളെ മുഹയ്യിദ്ദീൻ ശൈഖ് എടുത്തു കാട്ടാവുന്ന ഒരു രേഖയായി ഇതുണ്ടാകും. കാരണം എന്താണെന്നറിയുമോ? അതേ മുഹയ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് മരിക്കുന്ന വേളയിൽ മരണാസന്നനായി കിടക്കുമ്പോ, എല്ലുകൾ നുറുങ്ങുന്ന വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ മറ്റൊരു മകൻ കടന്നു ചെല്ലുകയാണ്. നേരത്തെ ചെന്നത് അതേ അബ്ദുൽ വഹാബ് എന്ന മകനായിരുന്നുവെങ്കിൽ മറ്റൊരു മകൻ കടന്നു ചെല്ലുന്നു. അദ്ദേഹത്തിന്റെ പേരെന്താണെന്നറിയുമോ? അബ്ദുൽ ജബ്ബാർ. അബ്ദുൽ ജബ്ബാർ എന്ന പേരുള്ള മറ്റൊരു മകൻ മുഹയ്യിദ്ദീൻ ശൈഖിന്റെ അടുക്കിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? മാദാ യുഅ്ലിമുക മിൻ ജിസ്മിക യാ അബീ, ഓ ഉപ്പാ, മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോ വയസ്സായ പ്രായം ചെന്ന 91 വയസ്സെത്തിയ അങ്ങ് ഈ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ അങ്ങയുടെ ശരീരത്തിൽ എവിടെയാണ് വേദനിക്കുന്നത്? അങ്ങക്ക് വേദനിക്കുന്നുണ്ടോ? ചോദിക്കുകയാണ് 91 വയസ്സ് പ്രായമുള്ള ഉപ്പയായ മുഹയ്യിദ്ദീൻ ശൈഖിനോട്. ആരാ ചോദിക്കുന്നത്? അബ്ദുൽ ജബ്ബാർ എന്ന മകനാണ് ചോദിക്കുന്നത്. ഉപ്പാ, അങ്ങയുടെ ശരീരത്തിന് വേദനയുണ്ടോ എന്ന് ചോദിക്കുമ്പോ മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് പറയാണ്, മോനെ, ജമീഉ അഅ്ളാഇ തുഅ്ലിമുനി, ഈ ഉപ്പയുടെ നാഡീ നരമ്പുകൾ മുഴുവനും വേദനിക്കുന്നുണ്ട് മോനെ. ഈ ഉപ്പയുടെ ശരീരമാസകലം വേദനിക്കുന്നുണ്ട് മോനെ. മാദാ ഖൽബി, ഉപ്പയുടെ ഖൽബൊഴികെ, ഉപ്പയുടെ ഹൃദയമൊഴികെ ശരീരം മുഴുവനും വേദനിക്കുന്നു മോനെ. ഫമാ ബിഹി അലമുൻ വഹുവ മഅല്ലാഹി അസ്സ വജല്ല, ഉപ്പയുടെ ഖൽബിന് വേദനയില്ല മോനെ, അത് അല്ലാഹുവിന്റെ കൂടെയാണ്, പടച്ച റബ്ബിന്റെ കൂടെയാണ്. ആ ഖൽബല്ലാതെ ശരീരം മുഴുവനും എനിക്ക് വേദനിക്കുന്നു മോനെ എന്ന് പറഞ്ഞിട്ട് ആ മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അവിടെ കിടന്ന് പറയുകയാണ്, ഇസ്തഅന്തു ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, استعمد بلا إله إلا الله سبحانه وتعالى الحي لا يخشى الفوت سبحان من تعذر بالقدرة وكهر عباده بالموت لا إله إلا الله محمد رسول الله 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 شيخ محي الدين عبد القادر جيلاني ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളെ തന്റെ മകൻ പകർത്തി വെക്കുകയാണ്. എന്താ പറയുന്നത്? ശരീരമാസകലം നുറുങ്ങുന്ന വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിലേക്ക് കൽബ് ലയിച്ചിട്ട് ആ കൽബ് മാത്രം വേദനയില്ലാതെ സ്വസ്ഥമായിരിക്കുമ്പോ അവസാന നിമിഷത്തിലും ആ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നുവത്രേ, ഇസ്തഅന്തു ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ എന്റെ റബ്ബിനോട് സഹായം തേടുന്നു. ഇസ്തഅന്തു, ഞാൻ എന്റെ റബ്ബിനോട് സഹായം തേടുന്നു. ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുകൊണ്ട്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഞാൻ സഹായം തേടുകയാണ്. ഈ അബ്ദുൽ ഖാദിറിന്റെ അവസാന നിമിഷത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ അബ്ദുൽ ഖാദിറിന്റെ അവസാന നിമിഷത്തിലും അല്ലാഹയാണ്. എങ്ങനെയുള്ളവനാണ് അവൻ? അല്ലദീ ലാ യഖ്ശൽ ഫൗത്ത്, ഒരിക്കലും ഒരു തരത്തിലുള്ള വിനാശവും പേടിക്കേണ്ടതില്ലാത്തവനായ ഹയ്യായ അല്ലാഹു സുബ്ഹാന മൻ തഅസ്സറ ബിൽ ഖുദ്റ, അവന്റെ ഖുദ്റത്തിന്റെ ആ ഔന്നിത്യം, ആ ഔന്നിത്യത്തിന്റെ പ്രതാപത്തിൽ ഏതൊരുത്തൻ പരിശുദ്ധനായിട്ടുണ്ടോ, കഴിവിന്റെ പ്രതാപത്തിന്റെ ഔന്നിത്യം കൊണ്ട്
ഏതൊരുത്തൻ പരിശുദ്ധനായിട്ടുണ്ടോ സുബ്ഹാന മൻ തഅസ്സറ ബിൽ ഖുദ്റ, അവന്റെ ആ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. വകഹ്റ ഇബാദഹു ബിൽ മൗത്ത്, അവന്റെ അടിയാറുകൾക്ക് അവൻ മരണം നിർബന്ധമാക്കിയിട്ടുണ്ട് എങ്കിൽ അടിയാറുകളുടെ മേൽ മരണം നിർബന്ധമാക്കിയ ആ ഹയ്യായ പടച്ച റബ്ബ്, ആ പടച്ച റബ്ബിൽ ഞാൻ സഹായം തേടുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. അവസാനം ആ വാക്കുകളിൽ ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങിയ ശബ്ദം അത് താഴ്ന്ന് 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 ഈ ലോകത്ത് നിന്ന് ആ മഹാൻ ഈ ലോകം വിട്ട് യാത്രയായി എന്ന് അദ്ദേഹത്തിന്റെ മകൻ അബ്ദുൽ ജബ്ബാർ രേഖപ്പെടുത്തി വെക്കുന്നുവെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ പഠിച്ചോ മുഹീദ്ദീൻ ശൈഖിനെ, നമ്മൾ അറിഞ്ഞോ മുഹീദ്ദീൻ ശൈഖിനെ, നമ്മൾ കണ്ടോ മുഹീദ്ദീൻ ശൈഖിനെ, നമുക്കറിയുമോ മുഹീദ്ദീൻ ശൈഖിനെ? എന്തുകൊണ്ട് അദ്ദേഹത്തിന് മുഹീദ്ദീൻ എന്ന പേര് കിട്ടിയത്? അബ്ദുൽ ഖാദർ എന്ന വ്യക്തിക്ക് എന്തേ മുഹീദ്ദീൻ എന്ന പേര് കിട്ടിയത്? അതേ അള്ളാഹുവിന്റെ ദീനിനെ ജീവിപ്പിച്ചത് കൊണ്ടാണെങ്കിൽ, ആ തൗഹീദിന് ജീവൻ നൽകിക്കൊണ്ടാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ജീവൻ നൽകിക്കൊണ്ടാണ് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ലോകത്ത് നിന്ന് യാത്രയായതെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, ഈ ശബ്ദം കേൾക്കുന്നവരെ, തെറ്റായ ധാരണയിൽ നിന്ന് പുറത്തേക്ക് വരിക, തെറ്റായ ധാരണയിൽ നിന്ന് പുറത്തേക്ക് വരിക. മഹാനായ ശൈഖ് പറഞ്ഞ വാചകം ഒന്നുകൂടി ഞാൻ പറയട്ടെ. ഖുൽ അല്ലാഹു അക്ബർ അൽഫ മറത്തിൻ ബിഖൽബിക, നീ അല്ലാഹു അക്ബർ എന്ന് നിന്റെ കൽബ് കൊണ്ട് പറ. ഒരു വട്ടമല്ല, 1000 വട്ടം പറ. ഇത്രയും കാലം നാവിലായിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്കിൽ നിന്റെ കൽബ് കൊണ്ട് നീ പറ. ഖുൽ അല്ലാഹു അക്ബർ അൽഫ മറ ബിഖൽബിക, നിന്റെ ഹൃദയം കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് നീ 1000 വട്ടം പറ. വമറത്തം ബിലിസാനിക, നാവ് കൊണ്ട് 1 വട്ടം മതി. ഇത്രയും കാലം നാവ് കൊണ്ട് 1000 വട്ടവും 5000 വട്ടവും പറഞ്ഞു, കൽബ് കൊണ്ട് തീരെ പറഞ്ഞില്ല എങ്കിൽ ഇനി കൽബ് കൊണ്ട് 1000 വട്ടം പറ, നാവ് കൊണ്ട് 1 വട്ടം മതി. മാ തസ്തഹി അൻ തഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ നാണമില്ലടാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നിനക്ക് നാണമില്ലേ? വലക അൽഫു മഅബൂദിൻ ഗൈറ, നിന്റെ ഖൽബ് നിറയെ അല്ലാഹുവിന് പുറമെ പരകോടി ശക്തികളെ സ്ഥാപിച്ചിട്ട് തൊള്ള കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നിനക്ക് നാണമില്ലേ? തുബ് ഇലല്ലാഹ്, തുബ് ഇലല്ലാഹ്, തുബ് ഇലല്ലാഹ് മിൻ ജമീഇ മാ അൻത ഫീ. ഈ സെക്കൻഡ് വരെ, ഈ നിമിഷം വരെ നീ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് അല്ലാഹുവിലേക്ക് തൗബ ചെയ്തോ, പടച്ചവനിലേക്ക് തൗബ ചെയ്തോ.